രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സഭയിൽ വന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്തോന്നൊന്നും പറയാനായിട്ടില്ല. കാരണം ഇപ്പോൾ പക്ഷേ അധികം സംശയത്തിൻ്റെ നിഴലാണ്. നിലവിലുള്ള കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ അത് CCTVയിലൂടെ ജനം കാണുകയാണ്. മാത്രമല്ല അറസ്റ്റ് ചെയ്ത പ്രതികളെ മുഖം മൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുവന്ന സംഭവം, ഇതൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അടിയന്തരാവസ്ഥയിലെ ജനം കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ ഗുണങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് 111 സീറ്റിൽ അന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യം ജയിക്കുന്നത്. 20 സീറ്റും കോൺഗ്രസ് ജയിച്ചു. മുത്തങ്ങയിൽ സായുധ കലാപമാണ് നടത്താൻ നോക്കിയത്. കെ കരുണാകരൻ 2 തവണയെ കുടുംബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് രാജൻ കേസിൽ രാജിവെക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു പക്ഷേ ഞാൻ രാജിവെച്ചാൽ ആ കുട്ടി പുറത്തു വരുമായിരിക്കും, ഇതാരൊക്കെയോ കൊണ്ട് ആ കുട്ടീനെ ഉള്ളിൽ താമസിപ്പിച്ചിരിക്കുക. അതായത് സത്യത്തിൽ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീലിംഗ്. പിന്നെ ശാപം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പിന്നീട് എത്ര തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഈ സൈബർ കൂട്ടങ്ങൾ ഇന്ന് നാടിന് ശാപമാണ്. ആരനുകൂലിച്ചാലും ആരെ പ്രതികൂലിച്ചാലും ഇതൊരു വൃത്തികെട്ട സംസ്കാരമാണ്. ഈ നിയമസഭാ സമ്മേളനം ഒരു 4-5 ദിവസം നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം എത്രത്തോളം ദുർബലമായോ അല്ലെങ്കിൽ ഭരണപക്ഷം മേൽക്കോയ്മ നേടിയോ എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് ആദ്യ ദിനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു വരവ് പോലും പ്രതിപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സഭയിൽ വന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു പോകും സ്വാഭാവികമായിട്ടും. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തോന്നൊന്നും പറയാനായിട്ടില്ല. കാരണം ഇപ്പോൾ പക്ഷേ അധികം സംശയത്തിൻ്റെ നിഴലാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും അദ്ദേഹം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ള സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. അങ്ങനെ അവസരത്തിൽ കുറേ കൂടെ ക്ഷമ ഇക്കാര്യത്തിൽ രാഹുൽ കാണിക്കേണ്ടതാണ്. ഇപ്പോഴേ സഭയിൽ വന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ആനുകൂല്യവും അദ്ദേഹത്തിന് നൽകില്ല. അപ്പോൾ സഭയിലൊരു സബ്മിഷനോ അല്ലെങ്കിൽ സഭയിൽ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുവാദം കിട്ടണം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അനുമതി കിട്ടാൻ സാധ്യതയില്ല. ഞാനതാണ് പറഞ്ഞത്, ഒരു വായില്ലാത്തപ്പനെ പോലെ സഭയിൽ വന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം കുറച്ചൊന്ന് മാറി നിൽക്കുക. 2-3 മാസം കഴിയുമ്പോൾ ഏതായാലും സത്യം പുറത്തു വരും. ഇപ്പോൾ കേസ് അന്വേഷണം നടക്കുകയാണ്. എന്താണെങ്കിലും 90 ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൽ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അവസരമുണ്ട്. അപ്പം അതുകൊണ്ട് അല്പം ക്ഷമ ഇക്കാര്യത്തിൽ കാണിക്കുക. പക്ഷേ എന്ന് വിചാരിച്ച് അടിയന്തര പ്രമേയ ചർച്ചയിലൊക്കെ പ്രതിപക്ഷം ദുർബലമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ കുഴിയിലാക്കാൻ വേണ്ടിയിട്ടാണ് മുൻകാല UDF സർക്കാരുകളുടെ ചില ചെയ്തികൾ മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്തു. പക്ഷേ ഞങ്ങളതിൽ കൊത്തിയില്ല. ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോഴത്തെ ചർച്ച അടിയന്തരാവസ്ഥയോ മുത്തങ്ങ വെടിവെപ്പോ ശിവഗിരി ലാത്തിച്ചാർജോ അല്ല. നിലവിലുള്ള കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ അത് CCTVയിലൂടെ ജനം കാണുകയാണ്. മാത്രമല്ല അറസ്റ്റ് ചെയ്ത പ്രതികളെ മുഖം മൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുവന്ന സംഭവം, ഇതൊക്കെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ട് അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ സമയം കിട്ടും ഭരണകക്ഷിക്ക്. ഞങ്ങൾക്കിപ്പോൾ 42 MLA ഉള്ളൂ, അവർക്ക് ഏതാണ്ട് 97 MLA. അപ്പോൾ സമയം കുറച്ച് കൂടുതൽ അവർക്ക് കിട്ടുമ്പോൾ ആ സംസാരത്തിൻ്റെ ഒരു മേൽക്കോയ്മ എന്നല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ അത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടാണ് സഭയിൽ അദ്ദേഹം പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് സൂചിപ്പിച്ചത്. ആ പ്രസംഗം തന്നെ വിമർശിക്കുന്നവർ പോലും അതിനംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒച്ചയും ബഹളവും വെച്ച് സഭ സ്തംഭിപ്പിക്കുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ ചർച്ചയുടെ റിസൾട്ട് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ഈ അടിയന്തര പ്രമേയത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച സബ്ജക്റ്റുകൾ, ആ സബ്ജക്റ്റുകൾ എന്തുമാത്രം ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് അറിയണമെങ്കിൽ ഒരു ഇലക്ഷൻ റിസൾട്ട് തന്നെ വരണം. അതുകൊണ്ട് സഭയിൽ പ്രവർത്തനം മോശമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മുത്തങ്ങ സംഭവം മുതൽ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥക്കാലം മുതലുള്ള സംഭവങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളാരും അതിൽ കൊളുത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും മുതിർന്ന നേതാവായ AK ആൻ്റണി അതിൽ കൊളുത്തിയല്ലോ.
അത് പക്ഷേ കോൺഗ്രസിനെ ഞാൻ പറയുന്നത് പ്രതിരോധത്തിലാക്കിയില്ലേ? അദ്ദേഹം അത് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പ്രതിരോധിച്ചില്ല എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടാകാം. പക്ഷേ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്? അല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതായിരിക്കാം. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നിയമസഭ കക്ഷി നേതാവുമായിട്ടോ അല്ലെങ്കിൽ PCC പ്രസിഡൻ്റായിട്ടോ ഒരു ആശയവിനിമയം നടത്താൻ സമയം കിട്ടിക്കാണില്ല. ഇപ്പോൾ ഈ മുത്തങ്ങ സംഭവത്തിനേക്കാളും ശിവഗിരി ലാത്തിച്ചാർജിനേക്കാൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കും വികാരം കൊള്ളണ്ടായില്ല. എന്തുകൊണ്ട്? പക്ഷെ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ആ വിഷയത്തിൽ കൊത്തരുത്. അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അടിയന്തരാവസ്ഥയിലെ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ ഗുണങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് 111 സീറ്റിൽ അന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യം ജയിക്കുന്നത്. 20 സീറ്റും കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ദോഷങ്ങളുണ്ടെന്ന് പ്രസംഗിച്ചാലൊന്നും ഈ പിണറായിക്ക് അവസാനം RSSൻ്റെ വോട്ട് വേണ്ടി വന്നില്ലേ എന്ന് കൂത്തുപറമ്പെന്ന് ജയിക്കാൻ? ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെയുണ്ടായി, കോൺഗ്രസ് ഭരണത്തിൽ ഇങ്ങനെയുണ്ടായി, അതുകൊണ്ട് ഞങ്ങളും ആ ഒഴിക്കുകയാണ്. അങ്ങനെയാണ് അവർ തുറന്ന് സമ്മതിക്കട്ടെ. അപ്പോൾ ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അർത്ഥം എന്താ? UDFൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തിയില്ലേ? അത് അടിയന്തര പ്രമേയത്തിൻ്റെ ഗുണം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിലൊരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ മറുപടി നൽകാനോ നിങ്ങൾ പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ആ മൗനം വെടിഞ്ഞാണ് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ഒരു അവസ്ഥയിൽ AK ആന്റണി വന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ പരാമർശങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷെ അത് കൈവിട്ട് പോവുകയും ചെയ്തു. കോൺഗ്രസ് അത് കൈവിട്ട് പോയതിന് അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം മുത്തങ്ങയിലെ വെടിവെപ്പ് അന്ന് ന്യായമായിരുന്നു. ഞാനന്ന് അവിടുത്തെ MP ആണ്. ആ മുത്തങ്ങ ഉൾപ്പെട്ട സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം ഉൾപ്പെട്ട കോഴിക്കോട് ലോക്സഭയിൽ MP ആയിരുന്നു ഞാനന്ന്. ഞാൻ KPC പ്രസിഡൻ്റായിരുന്നു. മുത്തങ്ങയിൽ സായുധ കലാപമാണ് നടത്താൻ നോക്കിയത്. ഒരു പോലീസുകാരന് പോലും ഉണ്ടായ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പോലീസുകാരനെ ബന്ദിയാക്കി പിടിച്ചു. വന്യമൃഗ സങ്കേത പ്രദേശത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കുടിലുകൾ കിട്ടി. അങ്ങനെ വന്നപ്പോൾ ലാത്തിച്ചാർജും തുറന്ന് വെടിവെപ്പ് നടത്തേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ അതല്ലാതെ മറ്റു മാർഗവുമില്ല. അതന്ന് UDF അംഗീകരിക്കുക മാത്രമല്ല, അന്നത്തെ BJP സർക്കാർ കേന്ദ്രത്തിലെ ഞാനന്ന് സഭയിൽ അംഗമാണ്. മുത്തങ്ങ സംഭവത്തിനെക്കുറിച്ച് PA സംഗമയാണെന്ന് സഭയിൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവരുന്നത്. അതിന് മറുപടി പറഞ്ഞ അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അഡ്വാനി ആ സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സഭയിൽ പ്രസംഗം നടത്തി. അതൊക്കെ റെക്കോർഡുണ്ടല്ലോ. ഇപ്പോൾ മുത്തങ്ങയിൽ എന്ത് കുഴപ്പം നടന്നു? സായുധ കലാപം വരുന്നവർ എന്ത് ചെയ്യണം? പിന്നെ ഒരു നക്സലൈറ്റ് മോഡലായിരുന്നു അന്നത്തെ ആക്രമണം. അത് പ്രതിരോധിക്കണ്ടേ? പിന്നെ നക്സൽ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത 2 ആഭ്യന്തരമന്ത്രിമാർ K കരുണാകരൻ CH മുഹമ്മദ് വയസ്സായിരുന്നു. ആ 2 പേരെന്ന ആ നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് പല സംസ്ഥാനങ്ങളിലും നക്സലൈറ്റുകൾ എത്ര ജനപ്രതിനിധികളെ കൊന്നിട്ടുണ്ട്. കേരളത്തിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നു. നമുക്കറിയാം, ഒരു രോഗം വന്നാൽ ചിലപ്പോൾ മേജർ ഓപ്പറേഷൻ വേണ്ടി വരും, അല്ലാതെ മരുന്ന് കൊടുത്താൽ മാറില്ല. അതുതന്നെയാണ് നക്സൽ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ആ 2 നേതാക്കന്മാരും ശ്രമിച്ചത്. അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് ശ്രീമാൻ AK ആന്റണി മുത്തങ്ങയിൽ ആ നിലപാട് സ്വീകരിച്ചത്. ശിവഗിരി ഇപ്പോൾ സ്വാമിയാർ തന്നെ പറയുന്നുണ്ടല്ലോ അതിനെ തെറ്റാണെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന്. കാരണം ജയിച്ചൊരു പാനലിനെ തോറ്റവർ അംഗീകരിക്കുന്നില്ല. ഒരു വലിയൊരു ജനക്കൂട്ടത്തിനെ അവിടെ കൊണ്ടുവന്നു. പിന്നെ അന്വേഷണ റിപ്പോർട്ടിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തില്ല എന്നാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ആന്റണിയെക്കുറിച്ച് പരാതി പറഞ്ഞത്. ഒരേ വിശ്വാസികളായിട്ടുള്ള 2 കൂട്ടം ആളുകൾ ഒരു സംഘർഷത്തിൽ നിൽക്കുമ്പോൾ പരമാവധി അത് ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതൊരു ഭരണകർത്താവിൻ്റെ ജോലിയാണ്. അപ്പോൾ മുത്തങ്ങയിലും ശിവഗിരിയിലൊക്കെ അന്ന് UDF സർക്കാർ എടുത്ത ആക്ഷൻ 100% ശരിയായിരുന്നു. പക്ഷേ ശിവഗിരിയിലൊന്നും പോലീസിനെ വിടേണ്ടിയില്ലായിരുന്നു എന്ന് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം പോലെ AK ആന്റണി പറയുകയുണ്ട്. ഇങ്ങനൊരു ലാത്തിച്ചാർജ് നടത്തേണ്ടി വരുമ്പോൾ സങ്കടമാണ് ആ കാര്യം. സന്യാസിമാരെയൊക്കെ അന്ന്, കാരണം ഒരു വിഭാഗം സന്യാസിമാർ പരാജയം അംഗീകരിക്കാതെ വന്നപ്പോൾ ഒരു ലാത്തിച്ചാർജ് വേണ്ടി വന്നു. അത് നമുക്ക് ദുഃഖകരമാണ്. ഇപ്പം എത്രയൊക്കെ കലാപകാരികളാണെങ്കിലും, ഇപ്പോൾ മുത്തങ്ങയിലാണെങ്കിൽ ഒരാൾ മരിച്ചതിലൊക്കെ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ സായുധ കലാപമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? വിജയിച്ച വിഭാഗത്തിനെ തോറ്റവർ അംഗീകരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഞാൻ പറയാം, കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ LDF അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ച് UDFകാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ജനാധിപത്യം ഉണ്ടോ? അപ്പം ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഗവൺമെൻറ്റുകൾക്ക് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി നിയമസഭയിൽ അടിയന്തരപ്രമേയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് പഴയ ഓരോ പോലീസ് മർദ്ദന കഥകൾ എടുത്തിടുമ്പോൾ കക്കയം പോലീസ് ക്യാമ്പിലുണ്ടായ മർദ്ദനവും രാജൻ കൊലക്കേസും കക്കയം ക്യാമ്പിലുണ്ടായ മർദ്ദനം എന്ന് പറയുന്നത് കക്കയം ക്യാമ്പിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവമായിരുന്നു. അന്ന് പുൽപ്പള്ളി പോലെ പോലീസുകാരൻ മരണപ്പെട്ടില്ല എന്നുള്ള ഒഴിച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനാണ് നക്സലൈറ്റുകൾ ആക്രമിച്ചത്. അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചൊരു വിദ്യാർത്ഥിയാണ് പിന്നീട് കാണാതായത്. ആ വിദ്യാർത്ഥിയെ നക്സലൈറ്റാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ ചില വിദ്യാർത്ഥികളും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ആ കുട്ടിയെ ആരും കണ്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരാൾ തിരിച്ചു വന്നില്ലെങ്കിലും മരിച്ചു എന്ന് കണക്കാക്കും. അതിൻ്റെ പേരിലൊക്കെ നിയമ നടപടികൾ നേരിട്ട ആളാണ് കെ കരുണാകരൻ. ആ കോടതിയിലൂടെ തൻ്റെ സത്യസന്ധത തെളിയിച്ച ആളുമാണ്. ഇന്നത്തെ ഒരവസ്ഥയിലാണെങ്കിൽ പിണറായി രാജിവെക്കുക കോടതിയുടെ ഒരു കമൻറ്റ് പറഞ്ഞാൽ. ഞാൻ കോടതിയുടെ കമൻറ്റിൻ്റെ പേരിലാണ് കെ കരുണാകരൻ രാജിവെക്കുന്നത്, അല്ലാതെ കോടതി കരുണാകരനെ കുറ്റക്കാരനാക്കിയിട്ടില്ല. രാജൻ എന്നൊരു വിദ്യാർത്ഥി കസ്റ്റഡിയിലില്ല എന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായ തെളിവനുസരിച്ച് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു ഞങ്ങൾ അറിയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ താൻ നിയമസഭയിൽ നടത്തിയ പരാമർശം തെറ്റാണ് എന്നൊരു വാചകം അന്ന് വിധി പറഞ്ഞ ജഡ്ജിമാരൊക്കെ പിന്നീട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ പറഞ്ഞ പിണറായിൻ്റെ പാർട്ടിയുടെ പിന്തുണയോടെ പിന്നെ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ. അപ്പോൾ എങ്ങനെയുള്ള വിധിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആ വിമർശനത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഇന്ന് പലരും സൂചിപ്പിക്കാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തതെന്ന് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കൊണ്ടുപോയി. പോലീസിന് ആക്ഷൻ എടുക്കണ്ടേ? സംശയം തോന്നിയാൽ വിളിപ്പിച്ചു. പക്ഷേ അതിലൊരു വിദ്യാർത്ഥിയെ കാണാതായത് ഗുരുതരമായൊരു വിഷയമായി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അന്ന് പല അദ്ദേഹത്തിനോട് രാജിവെക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സത്യത്തിൽ അന്ന് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് ഭാവിയിൽ മാറിയത്. കാരണം ആ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളെ ബലിയാടാക്കില്ല എന്നുള്ള ഫീലിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നീടുണ്ടായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പിന്നീട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് ഉത്തരവ് നടപ്പാക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. അവസാനം ചാരക്കേസിൽ തന്നെ അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലേ. അപ്പോൾ പിണറായി വിജയന് കെ കരുണാകരനെ വിമർശിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. ഈ രാജൻ കൊലക്കേസും ഈശ്വര വാര്യരുടെ ആ ഒരു ശാപവുമൊക്കെ എന്ന് പറഞ്ഞ് എത്രയോ വട്ടം രാഷ്ട്രീയ പ്രതിയോഗികൾ ലീഡറിനെ വിമർശിച്ചുകൊണ്ട് എപ്പോഴും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും ഈ നിയമസഭയിൽ ഏറ്റവും ഒടുവിൽ പോലും ആ ഒരു വിഷയം തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ എടുത്തിടുന്നത്. അതങ്ങനെ കേൾക്കുമ്പോൾ അങ്ങേക്ക് വൈകാരികമായി തോന്നാറില്ല. കാരണം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കെ കരുണാകരൻ 2 തവണയെ കുടുംബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് രാജൻ കേസിൽ രാജിവെക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ രാജിവെച്ചാൽ ആ കുട്ടി പുറത്തു വരുമായിരിക്കും, ഇതാരൊക്കെയോ കൊണ്ട് ആ കുട്ടീനെ ഉള്ളിൽ താമസിപ്പിച്ചിരിക്കുക. അതായത് സത്യത്തിൽ രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീലിംഗ്. പിന്നെ ശാപം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പിന്നീട് എത്ര തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. കേരളത്തിൻ്റെ ചരിത്രത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് കെ കരുണാകരൻ്റെ പേര് കിട്ടിയത് പിന്നീടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് മാറിയത്. ആരുടെയും ശാപമൊന്നും അദ്ദേഹത്തിനൊന്നും കിട്ടിയിട്ടില്ല. അന്നൊക്കെ കുടുംബത്തോട് ചോദിക്കുമ്പോൾ അങ്ങയോടാണ് അഭിപ്രായമൊക്കെ ചോദിക്കുമായിരുന്നു. അല്ല, അന്ന് ഞാൻ 2 തവണയാണ് കുടുംബത്തിനെ വിളിച്ച് അദ്ദേഹം അഭിപ്രായം ചോദിച്ചത്. ഒന്ന് രാജൻ കേസിൽ രാജിയുടെ കാര്യം. 278 പാർട്ടി വളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ അദ്ദേഹം നിൽക്കാൻ എടുത്ത തീരുമാനം ഞങ്ങളോട് ചോദിച്ചു. ഇങ്ങനെ തീരുമാനം ഞാൻ എടുത്താൽ ഒരു പക്ഷേ രാഷ്ട്രീയ ഭാവി ഇല്ലാതാവും. കാരണം ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്ന ആർക്കും അറിയില്ലല്ലോ. എല്ലാവരും ഇന്ദിരാഗാന്ധിക്കെതിരാണല്ലോ. എല്ലാവരും എതിർക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഞാൻ നിന്നാൽ ചിലപ്പോൾ എൻ്റെ ഭാവി നഷ്ടപ്പെടും. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് എന്ത് ഭാവിയിൽ തകർച്ചയുണ്ടാണെങ്കിലും ഞങ്ങൾക്കതിൽ ദുഃഖമില്ല, സന്തോഷം അഭിമാനമേ ഉള്ളൂ എന്നാണ് ഞങ്ങളന്ന് സൂചിപ്പിച്ചത്. അപ്പം അതുകൊണ്ട്
രാജൻ വിഷയത്തിൽ കെ കരുണാകരൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് 100% അന്നും ഇന്നും ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം അങ്ങനെ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പിന്നീട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ പാർട്ടിക്കകത്തൊക്കെ ഉണ്ടായി. അത് പാർട്ടി തന്നെ ഒരു കമ്മീഷനെയൊക്കെ വെച്ച് അന്വേഷിക്കാനൊക്കെ തീരുമാനിച്ചു. അതിനുശേഷം ഇപ്പോൾ സമാനമായ രീതിയിൽ KJ ഷൈൻ CPM-ന്റെ നേതാവിനെതിരെ MLA-ക്കെതിരെയുമൊക്കെ ഒരു സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് പകരം വീട്ടുകയാണെന്നുള്ള ആരോപണങ്ങളൊക്കെയാണല്ലോ ഉയർന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. കാരണം ഈ സൈബർ കൂട്ടങ്ങൾ ഇന്ന് നാടിന് ശാപാണ്. ആരനുകൂലിച്ചാലും ആരെ പ്രതികൂലിച്ചാലും ഇതൊരു വൃത്തികെട്ട സംസ്കാരമാണ്. കാരണം സാമ്പത്തിക ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്നാൽ ജനം ഏറ്റവും അധികം വെറുക്കുന്നതാണ് ഈ സെക്ഷലായിട്ടുള്ള വിമർശനങ്ങൾ. ഇതിപ്പോൾ എന്ത് സംഭവിക്കും? കോൺഗ്രസ്സുകാർക്ക് എതിരായിട്ട് ഒരു വിഭാഗത്തിന് വിമർശനം, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് മറ്റൊരു വിഭാഗത്തിന് വിമർശനം, ഇങ്ങനെ മൊത്തം വന്നാൽ അവസാനം എന്തുണ്ടാവും? രാഷ്ട്രീയ രംഗം മുഴുവൻ ഇങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള ഫീലിംഗ് നമ്മുടെ യങ് ജനറേഷൻ ഉണ്ടായാൽ അവർക്ക് രാഷ്ട്രീയത്തിനുള്ള മനോഭാവം എന്തായിരിക്കും? ഇപ്പോൾ തന്നെ കുറച്ച് ഈ ബൈ ഇലക്ഷൻ ഒഴിച്ച്, ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒഴിച്ച് കഴിഞ്ഞ ലോക്സഭയിലും തുടർന്ന് പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? പോളിംഗ് ശതമാനത്തിലെ കുറവ്. കാട് ഇളക്കി പ്രചാരണം നടത്തിയിട്ട് പോലും ഉദ്ദേശിച്ച പോളിംഗ് ഉണ്ടായിട്ടില്ല. പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല. നിലമ്പൂർ നേരെ വിപരീതമായിട്ട് സംഭവിച്ചു. പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഈ പ്രചരണത്തിൻ്റെ ആവേശം വോട്ടെടുപ്പിൽ കണ്ടില്ല. കാരണം യങ് ജനറേഷൻ എന്തോ ഒരു മടുപ്പ് ഇപ്പോൾ തന്നെയുണ്ട്. നാളെ ഈ സെക്സ് ക്യാൻഡിൽ കൂടെ വന്നാൽ ഈ ഫീൽഡിലേക്ക് പോകണ്ട, ഇനി എന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നുള്ള ചിന്താഗതി ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഈ ചില യൂട്യൂബ് ചാനലുകളും സൈബർ വിഭാഗങ്ങളും നമ്മുടെ നാടിന് ശാപാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വിമർശിക്കുന്നതിന് മാന്യതയില്ലേ? എന്ത് വൃത്തികേടും വിളിച്ചു പറയുക, ആരെക്കുറിച്ച് എന്ത് തെറിയും പറയുക. പച്ചത്തെറി പറയുന്ന സംസ്കാരത്തിലേക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞത് അതൊരു വൃത്തികെട്ട സംസ്കാരം. കോൺഗ്രസ് ആയാലും BJP ആയാലും ആരാണെങ്കിലും ഞാൻ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. പിന്നെ ചില ആളുകൾക്കൊക്കെ ചില രോഗങ്ങളുണ്ട്. ഞാൻ ചില നിലമ്പൂർ രോഗികൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. അത് അങ്ങയുടെ പാർട്ടി കൂടി ചേർത്ത് തന്നെയാണോ പറയുന്നത്? എല്ലാ പാർട്ടിയിലും. ഞാനൊരു കോൺഗ്രസ് MLA-ക്കെതിരെ ഒടുവിലൊരു യുവ MLA ആണ് ഈ പ്രതിരോധത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ MLA കൂടി ചേർത്ത് തന്നെയാണോ പറയുന്നത്? അത് ഞാൻ പറയുന്ന ആ MLA അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തെളിയിക്കണം. അതിനല്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. CPM-കാർ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സുകാരങ്ങനെയാണെങ്കിൽ BJP-കാരെങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയാൽ വെറും നാറ്റക്കഥകളുടെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്. ആർക്കാ ഗുണം? അതിൻ്റെ ആർക്കാ ദോഷം? മൊത്തം രാഷ്ട്രീയത്തിനെ ബാധിക്കുന്നത്. ഇതൊരു അപകടമാണ് ഈ കളി. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.